നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ? നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ലോകത്തുണ്ടോ? ഉണ്ട്. എന്താ അത്? നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന 33 സുബ്ഹാനല്ലയും മറ്റു അദ്കാറും ദുആവും അതിനൊക്കെ കൂലി വേറെ ഉണ്ട്. നീ ഒന്നും ചൊല്ലിയില്ല കരുത്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ, മാദാമ ഫീ മുസല്ലാഹു, അവിടെ ഇരുന്നാൽ എന്റെ ദോഷം പുറത്തു. ബുഖാരിയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ, ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കാൻ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഉമ്മമാരെ അതൊന്ന് ആലോചിക്കണം. വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ, ടച്ച് ഫ്ലൈറ്റ്, ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. വേറെന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് ഉടനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊക്ക് കിട്ടൂല. വേഗം എണീക്കാൻ ഇങ്ങനെ വസ്വാസ് വന്നുകൊണ്ടിരിക്കും. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുബിഹായിരിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വാൾ ഇങ്ങനെ ചെവിയിൽ അടിക്കും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു മലക്കുകളുടെ ദുആ ഉണ്ടാകും. ആ ചെവിയിൽ അടിച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ അലയൊലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നോക്കെ ഇബ്ലീസ് വിടൂല. എല്ലാവരും എനിക്ക് കാല് കടച്ചലില്ലേ, കാലിന് നീരില്ലേ, ഇപ്പുറത്തല്ലേ കസേര, അവിടെ കയറിയിരുന്നു ചൊല്ലിക്കോ, ഇവിടെ ഇരുന്നിട്ട് തന്നെ ആവണമെന്നുണ്ടോ? എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞ് നമ്മൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കും ഇബ്ലീസ്. കാരണം ഇബ്ലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേൽപ്പിച്ചത് മൂപ്പരെ കൂടെ നരകത്തിൽ കമ്പനി ആയിട്ട് പോകാനല്ലേ. ഈ ദോഷം പുറത്താലും മൂപ്പര് കുടുങ്ങിയല്ലോ, ഒറ്റ കൊണ്ടുവരും. അതാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. മലക്കളെ ദുആ ലഭിക്കാൻ അതൊരു കാരണം. മലക്കൾ ദ്വാരണം അള്ളാഹ് സ്വീകരിക്കാതിരിക്കും. മലക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് അള്ളയല്ലേ. വദുആഉൽ മലായികതി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദാ. ഫതുൽ ബാരിയിൽ കാണാം. മലക്കൾ ദ്വാരണം എങ്ങനെ അള്ളാഹ് സ്വീകരിക്കാതിരിക്കുക? മലക്കൾക്ക് ശഫാഅത്തിനുള്ള അർഹത അള്ളാഹ് കൊടുത്തല്ലേ. അവർ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരല്ലേ. ഒരു തെറ്റുകുറ്റവും ജീവിതത്തിൽ വരാത്ത മഅസൂമീങ്ങളല്ലേ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അവരുടെ ദുആ എങ്ങനെയാ തള്ളിക്കളയാ? ആ മലക്കുകളാണ് ദുആ ചെയ്യുന്നത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മനുഷ്യന്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി വരേണ്ട ഒരു നന്മയാണ്.